കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കാൻ ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ഏത് എക്സ്പ്രഷനുകളും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം എന്നതാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി. ആ സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. യാത്രയായിരുന്നു. എനിക്കൊരു തലവേദനയുണ്ട്. ഞാനൊരു കസേരയിട്ട് കുറച്ചൊന്ന് മാറിയിരുന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എല്ലാ ഭാഷകളും തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നു. ഇപ്പൊ തന്നെ ആത്മാവിനെ പ്രത്യേകിച്ച് വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ്. പല പല ഭാഷകളിലുള്ള സിനിമകൾ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശി ഒരു സൗഹൃദം ലക്ഷം കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് എന്ന് പറയാൻ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട, പിന്നെ മേക്കപ്പിന്റെ വണ്ടി, കോസ്റ്റ്യൂമിന്റെ വണ്ടി, പോലീസിന്റെ വണ്ടി, അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി, പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ്. വെല്ലുവിളിക്കുന്നു. ഞാൻ മാറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകും. അപ്പൊ ഉർവശി എന്റെ കൂടെ ഒന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കാം, നമ്മുടെ ഈ തലവേദനയുണ്ട് ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് പറ്റത്തില്ല. മുകേഷ് വന്ന് സംസാരിക്കും, അത് കേൾക്കാനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളൊക്കെ അവരൊന്നും ആരും ഉണ്ടാക്കില്ല. ഇവിടെ ആണ് എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല നമ്മൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോ ഒരു സംസാരിക്കും. ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാൻ, ഞാൻ ഇരുന്നോളാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ നമ്മളൊരു ചെറിയ ഒരു ഗെയിം. ആ ഗെയിം വേണം ഉർവശി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? എന്താ എക്സ്പ്രഷൻസ് അവിടെ മുന്നിൽ. ഞാനിരിക്കൂ. ഞാൻ തന്നെ ഐശ്വര്യ ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറമാനിലേക്ക് നോക്കിയിരുന്നത് ഉർവശിയുടെ ഒരു കുക്കപ്പോഴാണ് മനസ്സിലായത്. ആദ്യമൊന്നും കിടക്കില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായ ചെറിയ ഒരുപാട് പേര് ഇഷ്ടമുണ്ട്. ഞാൻ പറയുന്നത് അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും. അപ്പോ ഈ നെഞ്ചിരിപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പാടില്ല. അടുത്ത് ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ എടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പിന്നെ എന്തായാലും പറയാം. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു മടി വന്നു, എഴുതി തന്നാൽ മതി, പറയാനാകണമെങ്കിൽ പറയണം, എഴുതി തന്നാൽ മതി. അപ്പൊ ഉർവശി നമുക്ക് എക്സ്പ്രഷൻ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടിരിക്കും. അവിടെ എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കി ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. മനുഷ്യനാണ് ജോലിയുള്ള. ഞാൻ ചേട്ടാ ഇത് നമ്മളാണ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പോൾ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായി ഡ്രൈവർമാരൊക്കെ ഇനി
ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ വീട്ടിന്നായ ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കണം. അവൻ മമ്മൂട്ടി പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ അരി പറ. അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ വേണമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ജോസ് എന്ന് പറഞ്ഞ ജോസ് ഒരു ചായപാത്രം വീഴുന്നു. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ചായയൊക്കെ ഞാൻ എന്ത് പറഞ്ഞിട്ട് അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിന്റെ സൗണ്ട്, ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ഡ്രൈവർ ഒന്ന് കൂട്ടാൻ അവൻ വേറൊന്ന് പണിയുന്നു. കാരണം ഞാൻ പറഞ്ഞു ഡ്രൈവർ കൂട്ടാൻ ഒരു ഫോണിന്റെ സൗണ്ട് ഫ്രണ്ടിലോട്ട് വീണതാണ്. അത് കയ്യിലെത്തിയതാണെന്ന് അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെക്കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് സുന്ദരിയുടെ വായിലുണ്ട്. കാര്യം ഉപേക്ഷിക്കാവുന്നല്ലോ, ഇവർക്ക് വിശ്വസിക്കാൻ അവരെല്ലാം പറഞ്ഞു എന്താ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ ഇത് പറയാൻ ഉപേക്ഷിച്ചു. ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ പല്ലിനുള്ള അവിടെ പോയിരുന്നു കല്യാണില്ലേ അവിടെ പോയിരുന്നു. വേറൊരു ഗെയിം അവിടെ പോയിരുന്നു പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്ന് അറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിന്റെ പിന്നിൽ അതിന്റെ ചരട് വലിക്കുന്ന ആൾ. അഭിലാഷ് ഞാൻ